So hi friends, welcome back to another video of SketchUp tutorials. SketchUp tutorialsന്റെ കഴിഞ്ഞ 5 വീഡിയോസിലായി നമ്മൾ ഇതിൽ വരുന്ന എല്ലാ ടൂൾസിന്റെ ഉപയോഗങ്ങൾ അതെങ്ങനെ ഫങ്ഷൻ ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വീഡിയോയിൽ ഈ പറഞ്ഞു പോയ എല്ലാ ടൂൾസുകളും വെച്ച് എങ്ങനെ നമുക്കൊരു വീടിന്റെ മോഡൽ ഇതിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടൂൾസ് വെച്ചുകൊണ്ട് ഞാൻ ഇന്നൊരു മോഡൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു വീടിൻ്റെ മോഡൽ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വേറെ 2 സോഫ്റ്റ്വെയറും കൂടി നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യണം. ഒരു വീടിൻ്റെ പ്ലാൻ ആദ്യമേ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൽ ഓട്ടോകാഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോകാഡ് വെച്ചിട്ട് ഞാനിതിൻ്റെ ഒരു ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഡ്രോയിങ് സ്കെച്ചപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രോയിങ്ങിന് പ്രകാരമായിരിക്കും നമ്മൾ മോഡൽ ചെയ്യുന്നത്. ഈ ഓട്ടോകാഡിൽ ഈ ഒരു പ്ലാൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്കെച്ചപ്പിൻ്റെ പാർട്സ് പറഞ്ഞു പോകുന്നതുകൊണ്ട് ഓട്ടോകാഡിൻ്റെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇതിൽ തൽക്കാലം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഈ ഒരു ഓട്ടോകാഡിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഡ്രോയിങ് ആണ് ഞാൻ സ്കെച്ചപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതും അതിൽ ആ ഒരു ഡ്രോയിങ്ങിൻ്റെ പ്രകാരമാണ് അതിൻ്റെ 3D ഡെവലപ്പ് ചെയ്യുന്നതും. സോ ഓട്ടോകാഡിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ഡ്രോയിങ് ഇതിലിപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഔട്ടർ ഡയമെൻഷൻസ്, അതുപോലെ തന്നെ ഹാച്ച്, അതുപോലെ തന്നെ ബേഡിങ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് സ്കെച്ചപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമാണ് നമുക്ക് വേണ്ടത്. ഒരു 3 ഡയമെൻഷനായിട്ട് നമുക്ക് അതിൻ്റെ വാൾസ് കാര്യങ്ങളെല്ലാം മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അത് അത്രയും അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇപ്പോൾ ഞാനിതിൽ ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും കളഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഉള്ളിലെ ഡയമെൻഷൻസ്, ഔട്ടർ ഡയമെൻഷൻസ്, അതുപോലെ തന്നെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഫർണിച്ചറുകളും അതിൻ്റെ ലേഔട്ട് മാർക്ക് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും, ബ്ലോക്സ് കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു 3D മോഡലിങ്ങിന് ആവശ്യമായ ഒരു രൂപത്തിലേക്ക് മാറ്റിയിട്ട് ഞാനിതിനെ സേവ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്യാണ്. സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്തു. ഒരു സെൻറ്റിമീറ്ററിലുള്ള ഒരു പുതിയൊരു ഫ്രഷ് ആയിട്ടൊരു പേജ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പണായി വന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 2D ഡ്രോയിങ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഫയൽസിൽ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തത്. ഡെസ്ക്ടോപ്പിൽ ഫ്ലോർ പ്ലാൻ സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓട്ടോകാഡ് ഫയൽ ഇതിൽ കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അത് ഓപ്പണായി വന്നു. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ആ മോഡൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ കോർണറിൽ കാണാൻ പറ്റും. ഞാൻ ഇത് കളയാണ്, റെഫറൻസ് അത് കളഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത മോഡൽ. നമുക്കിതിൻ്റെ ഒരു ടേപ്പ് മെഷർമെൻറ്റ് ടൂൾ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു ഡയമെൻഷൻസ് അളന്ന് നോക്കാം. 20 സെൻറ്റിമീറ്റർ. ഇവിടെ ഇതിൻ്റെ ഒരു വാൾ തിക്നെസ് നോക്കാം, 20 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഇത് കറക്റ്റ് മെഷർമെൻറ്റ് തന്നെയാണ്. എനിക്കിത് സ്കെയിൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഞാനിപ്പോൾ ഓട്ടോകാഡിൽ ഇത് സെൻറ്റിമീറ്ററിലാണ് വരച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ ഇതിൽ കിട്ടിയിരിക്കുന്നതും സെൻറ്റിമീറ്റർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്കിത് സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പല മെഷർമെൻറ്റിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഓട്ടോകാഡിൽ ഒരു 20 സെൻറ്റിമീറ്റർ ഇട്ടാണ് വാൾ തിക്നെസ് വരച്ചത്, പക്ഷേ ഇവിടെ വന്നിട്ട് അളന്ന് നോക്കുമ്പോൾ വേറെയാണ് മെഷർമെൻറ്റ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനെ ആദ്യം ഒന്ന് ഒരു ഗ്രൂപ്പ് ആക്കി വയ്ക്കുക. ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ആക്കുക. അതിനുശേഷം ടേപ്പ് മെഷർമെൻറ്റ് ടൂൾ എടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം 20 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ റീസൈസ് ചെയ്യണമോ എന്നുള്ളൊരു ഓപ്ഷനാണ് ചോദിക്കുന്നത്. യെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എത്രയാണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു
മെഷർമെൻറ്റിനനുസരിച്ച് ഈ ഒരു മോഡൽ സ്കെയിലായി വരുന്നതായിരിക്കും. എനിക്കിപ്പോൾ ഓൾറെഡി സ്കെയിൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ 20 സെൻറ്റിമീറ്ററിലാണ് വാൾ തിക്നെസ് വരച്ചത്. എനിക്കിപ്പോൾ 3D ഡെവലപ്പ് ചെയ്യാനും 20 സെൻറ്റിമീറ്റർ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാനത് സ്കെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് പ്രകാരം സ്കെയിൽ ചെയ്യാം. അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യം ഈ ഒരു മോഡലിനെ ഞാനൊരു ഗ്രൂപ്പാക്കി വെക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത സമയത്ത് എനിക്കിത് ഹൈഡ് ചെയ്യാനും അൺഹൈഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു എളുപ്പത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ ടാഗ്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്നൊരു ഇതുണ്ട് ഇവിടെ, അൺടാഗ്ഡ് എന്ന് പറയുന്നതുണ്ട്. ഞാൻ പുതുതായിട്ട് ഒരെണ്ണം ക്ലിക്ക് ചെയ്യാണ്. ഒരു ടാഗ് ഞാൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അതിന് ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഒരു ഫ്ലോർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേരാണ് കൊടുക്കുന്നത്, ഫ്ലോർ പ്ലാൻ. ഈ ഒരു മൊത്തത്തിൽ ഞാൻ ഇതിനെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഞാനതിനെ ഫ്ലോർ പ്ലാൻ എന്ന് പറയുന്നതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്കിതിപ്പോൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു ഫ്ലോർ പ്ലാനെ മൊത്തം ഒരു പേരുള്ള ഒരു ലെയറിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം എനിക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഫൗണ്ടേഷൻ ഇതിന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 45 സെൻറ്റിമീറ്ററിൽ ആദ്യം ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് കോർണറിൽ നിന്ന് സെക്കൻഡ് കോർണറിലേക്ക് ഞാൻ റെക്റ്റാങ്കിൾ കണക്ട് ചെയ്ത് വരയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഫേസ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിനെ എനിക്ക് ഫസ്റ്റ് ഒരു 45 സെൻറ്റിമീറ്ററിലേക്ക് ഞാനിതിനെ പുൾ ചെയ്യുന്നു. 45. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. ഇനി എനിക്ക് ഇതിൻ്റെ മുകളിലേക്കാണ് ഓരോ വാൾസും കാര്യങ്ങളും ജനറേറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് എവിടേക്കാണ് വാൾസ് വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്ലാനിനെ മുകളിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഞാൻ അതിനെ സെലക്ട് ചെയ്തു, മൂവ് ബട്ടൺ ഞെക്കി അതിന് ശേഷം ഈ ഒരു പോയിന്റിൽ കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മുകളിൽ എവിടേക്കാണ് വാൾ വരുന്നത് എന്ന് മനസ്സിലാവും. ഇതിനനുസരിച്ച് എനിക്ക് ഇനി ഓരോ പോയിന്റ്സിലും വാൾസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. വാൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് എനിക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത ഫൗണ്ടേഷനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനൊരു ഗ്രൂപ്പാക്കി വെക്കുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഞാനത് 3 വട്ടം ക്ലിക്ക് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്തു. അതിനുശേഷം മേക്ക് ഗ്രൂപ്പ് എന്നുള്ളൊരു ഇത് കൊടുത്തു. അതിനുശേഷം ടാഗ്സിൽ ഞാനൊരു പുതിയൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യാണ്, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ സെലക്ട് ചെയ്തതിനെ ഞാൻ ഫൗണ്ടേഷനിലേക്ക് അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ 2 ലെയേഴ്സാണ് ഇപ്പോൾ ഇതുവരെ അസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഫ്ലോർ പ്ലാൻ, അപ്പോൾ നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫൗണ്ടേഷനും നമ്മളിപ്പോൾ ഒരു ലെയറായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വാൾസ് ഡെവലപ്പ് ചെയ്തെടുക്കാം, സ്റ്റാർട്ട് ചെയ്യും. ആദ്യം തന്നെ ഞാൻ എല്ലാ ഔട്ടർ വാൾസും മാർക്ക് ചെയ്തിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടൂള് റെക്റ്റാങ്കിൾ തന്നെയാണ്. 6 ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഔട്ടർ വാള് ഞാൻ ഓരോന്ന് മാർക്ക് ചെയ്യാണ്. ഇവിടെ വാൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ വാൾ വരുന്നുണ്ട്. അതിനെ ഇവിടെ സെലക്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്ത വാളിനെ ഞാൻ മുകളിലേക്ക് പുഷ് ചെയ്യാണ്. 3 മീറ്ററാണ് നമ്മളെ വാളിൻ്റെ ഹൈറ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ 300 സെൻറ്റിമീറ്ററിൽ ഞാൻ സെൻറ്റിമീറ്ററിലാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് 300 സെൻറ്റിമീറ്റർ. രണ്ടാമത് നമ്മൾ ഇവിടെ ഒരു വാള് ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെയിം അളവ് തന്നെ ആയതുകൊണ്ട് ഞാൻ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. 300 സെൻറ്റിമീറ്റർ. ഇനി വേണ്ടത് ഇതിനെ ഞാൻ ഗ്രൂപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വാളിനെ ഗ്രൂപ്പാക്കി, അതുപോലെ തന്നെ ഇതിനെ 3 വട്ടം ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പാക്കി. അതിനുശേഷം ഞാൻ ഈ 2 വാളിനെയും ഒരു ലെയറായിട്ട് അസൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പുതുതായിട്ടൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യാണ്. വാൾ 1 എന്ന് പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ 2 വാൾസിനെയും വാൾ 1 എന്ന് പറയുന്ന ഒരു ലെയറിലേക്ക് അസൈൻ ചെയ്യുകയാണ്. വാൾ 1. അപ്പോൾ വാൾ 1 അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ വാൾ 1നെ ഈ ഒരു സൈഡിലുള്ളതും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള മുഴുവൻ വാൾസിനെയും ഞാൻ വാൾ 1 ആയിട്ടാണ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമുക്കത് അസൈൻ ചെയ്യാം.
അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് വെച്ചിട്ട് ഞാനിപ്പോൾ എല്ലാ എക്സ്റ്റീരിയർ വാൾസും ഞാനിപ്പോൾ മുകളിലേക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ഗ്യാപ്പുകൾ കാണുന്നത് വിൻഡോസ് വരുന്ന ഏരിയ ആണ്. അവിടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കിനി നോക്കാം. അതിന് വാൾസ് വരുന്ന ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ഇതുപോലെ 3 മീറ്റർ ഹൈറ്റിലേക്ക് നേരത്തെ ചെയ്തതുപോലെ പുഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും വാൾസ് വന്നിട്ടുണ്ട്. ഇതിനെല്ലാത്തിനെയും ഞാൻ ഓരോ ഗ്രൂപ്പുകളും ആക്കിയിട്ടുണ്ട്. ഓക്കെ വാൾസിൻ്റെ ഇടയിലുള്ള ഇനി ജനൽ ഭാഗങ്ങളിൽ എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ അടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഈ വിൻഡോസ് വരുന്ന ഭാഗമാണ്. വിൻഡോസിൻ്റെ ഈ ഭാഗത്തിൽ നമുക്കറിയാം ഒരു 2:10 ഒരു വിൻഡോൻ്റെ ലിൻഡലിൻ്റെ ഹൈറ്റ് വരുന്നത്. അതിന് അടിയിലേക്ക് ഒരു 150 സെൻറ്റിമീറ്റർ അതിൻ്റെ ഒരു വിൻഡോൻ്റെ ഓപ്പണിംഗ് വരും. അതിനടിയിലേക്ക് വരുന്ന ഒരു സിൽ ലെവൽ ഒരു 60 സെൻറ്റിമീറ്റർ ഭാഗത്താണ് നമ്മൾ ഇനി അടുത്തൊരു ബ്ലോക്ക് വർക്ക് വരുന്നത്. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത അതേ സെയിം പാറ്റേണിൽ തന്നെ ഞാനിവിടെ ഇത് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഞാനിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം പുഷ് ചെയ്യാണ്. ഒരു 60 സെൻറ്റിമീറ്റർ ആണ് സിൽ ഹൈറ്റ് വരുന്നത്. 60 ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇത് എല്ലായിടത്തും ഇതുപോലെ തന്നെ സെയിം സിൽ ഹൈറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് എല്ലായിടത്തും ഞാൻ സെയിം ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട്.